ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ഒരു ചെറിയ കട്ടി കുറഞ്ഞ A4 ഷീറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് മടക്കി എടുത്തിട്ട് ഇനി നമുക്കത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ചെറുതായിട്ട് മടക്കി എടുത്തത്. ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, അതിൻ്റെ അടപ്പിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളും കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറേ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഒരേ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി കട്ട് ചെയ്ത പേപ്പറിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യുക. അതിൻ്റെ പകുതിയെ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഫുള്ള് കട്ട് ചെയ്യരുത്. ഇനി കട്ട് ചെയ്ത ഭാഗം നമുക്ക് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത എല്ലാ പേപ്പറും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിന് തണ്ടുണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഈർക്കിലി ഉപയോഗിച്ച് ഇതുപോലെ നീളത്തിൽ ചുറ്റിയെടുത്തു. നന്നായിട്ട് ചുറ്റിയെടുത്ത ശേഷം അത് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്ത പേപ്പർ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓരോന്നും ഒട്ടിക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലവറിൻ്റെ ഇതളുകളുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ കുറേ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.